ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 11 ഞായറാഴ്ച. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ തുടർച്ചയായ 2ാം ദിവസവും 11 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം ഉന്നത സ്വാധീന ശക്തികളിലേക്ക് നീങ്ങുകയാണെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ IT വകുപ്പിൽ നിയമിച്ചത് തന്റെ അറിവോടെയല്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NIA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ തന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കുമെതിരെ കോഫെപോസ ചുമത്തി. നിരന്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയവർക്കെതിരെ ചുമത്തുന്ന പ്രത്യേക നിയമമാണ് കോഫെപോസ. ഇവരെ വിചാരണ കൂടാതെ 1 വർഷം കരുതൽ തടങ്കലിലാക്കാം എന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കേരളം മഹാരാഷ്ട്രയെ മറികടന്നു. ഇന്നലെ കേരളത്തിൽ 11,755 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ 11,416 പേർക്കും കർണാടകത്തിൽ 10,517 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 11,755 പേരിൽ 10,471 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 952 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 40 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 169 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 116 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രോഗം ബാധിച്ച 7,570 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം: മലപ്പുറം 1,632, കോഴിക്കോട് 1,324, തിരുവനന്തപുരം 1,310, തൃശൂർ 1,208, എറണാകുളം 1,191, കൊല്ലം 1,107, ആലപ്പുഴ 843, കണ്ണൂർ 727, പാലക്കാട് 677, കാസർഗോഡ് 539, കോട്ടയം 523, പത്തനംതിട്ട 348, വയനാട് 187, ഇടുക്കി 139. ഇന്നലെ പുതിയ 11 ഹോട്ട്സ്പോട്ടുകൾ. 40 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 665 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് നിയന്ത്രണങ്ങൾ മറികടന്ന് കോട്ടയത്ത് അധ്യാപക നിയമനത്തിനുള്ള പരീക്ഷ നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CSI സഭയുടെ 136 സ്കൂളുകളിൽ ഒഴിവുള്ള അധ്യാപകരെ കണ്ടെത്തി നിയമിക്കാനാണ് പരീക്ഷ നടത്തിയത്. CSI മധ്യ കേരള മഹാ ഇടവക കോർപ്പറേറ്റ് മാനേജർ TJ മാത്യുവിനെ പ്രതിയാക്കിയാണ് കേസ് എടുത്തത്. നല്ലതിന്റെ കൂടെ നിൽക്കാനാണ് വെള്ളാപ്പള്ളി ശ്രദ്ധിക്കേണ്ടത്. മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ അതിനെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കരുതെന്നും പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു പിണറായി. സർക്കാർ തലത്തിൽ ഗുരുവിനെ ആദരം അർപ്പിക്കണം എന്ന ആലോചനയെ തുടർന്നാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഗുരുവിന്റെ പേര് നൽകിയതെന്നും പിണറായി. കള്ളപ്പണ ഇടപാടിൽ മധ്യസ്ഥം വഹിച്ച PT തോമസ് MLA രാജിവെക്കണമെന്ന് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CN മോഹനൻ. രാജിവെക്കാത്ത പക്ഷം CPM പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. തൃശൂർ അന്തിക്കാട് കൊലക്കേസ് പ്രതി നിതിലിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന സംഘത്തിലെ ഒരാൾ പിടിയിൽ. മുറ്റിച്ചൂർ സ്വദേശി സനലാണ് കസ്റ്റഡിയിലായത്. അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സംഭവത്തിൽ മന്ത്രി AC മൊയ്തീന്റെ പങ്ക് അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP
തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ചതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ പോലെ മികച്ച പരിഗണന ലഭിക്കുന്ന മറ്റൊരു രാജ്യവും ലോകത്തില്ലെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. ഇന്ത്യയിലെ മുസ്ലിം വിഭാഗക്കാർ ലോകത്ത് മറ്റെവിടെയും ഉള്ളവരെക്കാൾ സന്തോഷമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്താൻ DCGIയോട് അനുമതി തേടിയ ഭാരത് ബയോടെക്കിനോട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി 2ാം ഘട്ട പരീക്ഷണത്തിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി വിവരങ്ങൾക്കും സുരക്ഷാ വിവരങ്ങൾക്കുമൊപ്പം ചില വ്യക്തതകൾ നൽകാൻ ആവശ്യപ്പെട്ട് വിദഗ്ധ സമിതി. TRP റേറ്റിംഗിൽ കൃത്രിമം കാണിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ ചാനലുകൾക്ക് പരസ്യം നൽകില്ലെന്ന് പാർലെ-ജി ബിസ്ക്കറ്റ് നിർമ്മാതാക്കളായ പാർലെ ഇത്തരത്തിലുള്ള 3 കമ്പനികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്നും ഇനി പരസ്യം നൽകില്ലെന്നും വാഹന നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർലെയും ഇക്കാര്യം വ്യക്തമാക്കിയത്. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് NV രമണയ്ക്കെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. ജസ്റ്റിസ് രമണയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചു. ജസ്റ്റിസ് രമണയുടെ കുടുംബാംഗങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചത് കണ്ടെത്തിയെന്ന് ജഗൻമോഹൻ റെഡ്ഡി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജന്മദിനാഘോഷം നടത്തിയ BJP ദേശീയ വക്താവും ഭുവനേശ്വറിൽ നിന്നുള്ള ലോക്സഭാംഗവുമായ അപരിചിത സാരംഗി വിവാദത്തിൽ. 23 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും സർക്കാർ ജോലിക്കുള്ള റിക്രൂട്ട്മെന്റ് നടപടിയിൽ നിന്ന് അഭിമുഖം ഒഴിവാക്കിയതായി കേന്ദ്ര പേഴ്സണൽ വകുപ്പ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹാത്രസ് കേസ് അന്വേഷണം ഉത്തർപ്രദേശ് പോലീസിൽ നിന്ന് CBI ഏറ്റെടുത്തു. സംഭവത്തിൽ CBI അന്വേഷണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ ശുപാർശ ചെയ്യുകയായിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുനിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ജമ്മുകാശ്മീരിലേക്ക് കടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യൻ സൈന്യം തകർത്തു. ജമ്മുവിലെ ഖേരാൻ സെക്ടറിലെ നിയന്ത്രണ രേഖയിലൂടെയാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്താനുള്ള ശ്രമം നടന്നത്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 921 പേർ മരിച്ചു. 74,450 പേർ കൂടി രോഗികളായി. ഇതുവരെ 1,08,371 പേർ മരിച്ചു. 70,51,543 പേരാണ് രോഗബാധിതരായത്. 8.67 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 60.74 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 308 പേർ മരിക്കുകയും 11,416 പേർ രോഗികളാകുകയും ചെയ്തു. 2.21 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. കർണാടകത്തിൽ 10,517 പേരും തമിഴ്നാട്ടിൽ 5,242 പേരും ആന്ധ്രയിൽ 5,653 പേരും പുതുതായി രോഗികളായി. ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ 4,966 പേർ കൂടി മരിച്ചു. 3,49,980 പേർ കൂടി രോഗികളായി. ഇതുവരെ 10,77,182 പേർ മരിക്കുകയും 3.74 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 601 പേരും ബ്രസീലിൽ 544 പേരും മരിച്ചു. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ത്രിതല ലോക്ക്ഡൌൺ രാജ്യവ്യാപകമായി നടപ്പാക്കാനൊരുങ്ങി ബ്രിട്ടൻ. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നിയന്ത്രണങ്ങൾ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. അഴിമതി കേസുകളിൽ പ്രതിയായ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നവംബർ 24-നകം ഹാജരാകണമെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹാജരായില്ലെങ്കിൽ നവാസ് ഷെരീഫിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ചൈനയുടെ നിലപാടിൽ മാറ്റം കൊണ്ടുവരാൻ ചർച്ചകൾ കൊണ്ടോ കരാറുകൾ കൊണ്ടോ സാധിക്കില്ലെന്ന് മനസ്സിലാക്കാനുള്ള സമയമായെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയാൻ. അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്വിറ്റർ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ച് കമ്പനി തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഫലത്തെയും അട്ടിമറിക്കുന്ന ഇടപെടലുകൾ തടയാനുമാണ് ട്വിറ്ററിന്റെ ലക്ഷ്യം. ആവേശം ആകാശത്തോളം നിറഞ്ഞ മത്സരത്തിൽ കിങ്സ് 11 പഞ്ചാബിനെ 2 റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 165 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബ് അവിശ്വസനീയമായ രീതിയിൽ തോൽവി വഴങ്ങുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുക്കാനേ പഞ്ചാബിനെ സാധിച്ചുള്ളൂ.
IPL-ലെ രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 37 റൺസിനെ തകർത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ബാംഗ്ലൂരിന്റെ 4ാം ജയമാണിത്. ചെന്നൈയുടെ 5ാം തോൽവിയും. പോളണ്ടിന്റെ കൗമാരതാരം ഇഗ സ്വിയറ്റെക്കിന് ഫ്രഞ്ച് ഓപ്പൺ കിരീടം. 19-കാരിയായ ഇഗ സ്വിയറ്റെക് ഫൈനലിൽ അമേരിക്കയുടെ സോഫിയ കെനിനെ തോൽപ്പിച്ചാണ് കന്നിക്കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 6-4, 6-1. ഈ വിജയത്തോടെ ആദ്യമായി ഗ്രാൻഡ് സ്ലാം നേടുന്ന പോളിഷ് വനിതാ താരം എന്ന റെക്കോർഡ് ഇഗ സ്വന്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.